ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നാം ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളും അതിന് എങ്ങനെയാണ് ആൻസർ പറയുന്നതെന്നും നമുക്ക് നോക്കാം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഹിന്ദിയിലും ഇംഗ്ലീഷിലും നമുക്ക് വേഗം ഒന്ന് നോക്കാം. ഓക്കെ. ഡു യു ലൈക്ക് കോഫി? ഡു യു ലൈക്ക് കോഫി? ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മുടെ ബന്ധു നമ്മളെ കണ്ടു കഴിയുമ്പോൾ നിനക്ക് കോഫി ഇഷ്ടമാണോ, ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞ് ചായക്കടയിൽ കയറി കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കുമല്ലോ, ഡു യു ലൈക്ക് കോഫി ഓർ ടീ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡു യു ലൈക്ക് കോഫി അല്ലെങ്കിൽ ഡു യു ലൈക്ക് ടീ അല്ലെങ്കിൽ ഡു യു ലൈക്ക് ബർഗർ എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അതെങ്ങനെ ഹിന്ദിയിൽ ചോദിക്കും? क्या तुम्हें कॉफ़ी पसंद है? क्या तुम्हें कॉफ़ी पसंद है? നിനക്ക് കോഫി കാപ്പി പസന്ത് ഹേ ഇഷ്ടമാണോ? നിനക്ക് തുമേ കോഫി കാപ്പി പസന്ത് ഹേ, പസന്ത് എന്ന് വെച്ചാൽ ഇഷ്ടം, പസന്ത് ഹേ ഇഷ്ടമാണോ? അപ്പം ആണോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ക്യാ എന്ന് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പം എന്തിൻ്റെയും കൂടെ ചോദ്യം ചോദിക്കാൻ നമ്മൾക്ക് എന്ത് ചോദിച്ചാൽ മതി? ക്യാ തുമേ കോഫി പസന്ത് ഹേ? ക്യാ ആപ്കോ കോഫി പസന്ത് ഹേ? ക്യാ തുമേ ബർഗർ പസന്ത് ഹേ? ക്യാ ആപ്കോ ബർഗർ പസന്ത് ഹേ? നിങ്ങൾക്ക് കാപ്പി ഇഷ്ടമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചായ ഇഷ്ടമാണോ, നിങ്ങൾക്ക് ബർഗർ ഇഷ്ടമാണോ, നിങ്ങൾക്ക് വേറെ എന്താണോ ചോദിക്കേണ്ടത് അത് ചോദിക്കാം. ഓക്കെ. അപ്പം ഡു യു ലൈക്ക് കോഫി? ഡു യു ലൈക്ക് ടീ? ക്യാ തുമേ കോഫി പസന്ത് ഹേ? ക്യാ തുമേ ടീ ചായ പസന്ത് ഹേ? ഇങ്ങനെ ചോദിക്കുന്നതിന് എങ്ങനെയാണ് നമ്മൾ മറുപടി പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യെസ് ഐ ഡു, യെസ് ഐ ഡു എന്ന് പറഞ്ഞാൽ ഡു യു ലൈക്ക് കോഫി എന്ന് ചോദിച്ചതിന് യെസ് ഐ ഡു, ഞാൻ കഴിക്കാറുണ്ട്, എനിക്കിഷ്ടമാണ് എന്നെല്ലാം ഇതിന് മീനിങ് ഉണ്ട്. യെസ് ഐ ഡു, ഞാൻ കുടിക്കാറുണ്ട്, എനിക്ക് ഇഷ്ടമാണ്, ഇതൊക്കെ പറയുന്നത് ഇംഗ്ലീഷിൽ യെസ് ഐ ഡു എന്ന് പറഞ്ഞാൽ മതി. ഹിന്ദിയിലാണെങ്കിൽ മുझे പസന്ത് ഹേ, അതെ, മുझे പസന്ത് ഹേ എനിക്ക് ഇഷ്ടമാണ്. മുझे പസന്ത് ഹേ, അതെ എനിക്കിഷ്ടമാണ്, അതെ ഞാൻ ഇഷ്ടപ്പെടുന്നു, ഇതൊക്കെ പറയാനായിട്ട് മുझे പസന്ത് ഹേ, യെസ് ഐ ഡു, മുझे പസന്ത് ഹേ ഞാൻ ഇഷ്ടപ്പെടുന്നു, എനിക്കിഷ്ടമാണ്. ഇനി വേണ്ട, ഇഷ്ടമല്ലെങ്കിൽ ഡു യു ലൈക്ക് കോഫി എന്ന് പറഞ്ഞ് യെസ് ഐ ഡു അല്ലെങ്കിൽ മുझे പസന്ത് ഹേ എന്ന് പറഞ്ഞ്. ഇനി ഇഷ്ടമല്ലെങ്കിൽ അതും ആൻസർ തന്നെയാണ് അല്ലേ? എന്തിനും യെസ്സും നോയും ഉണ്ട്. അതേന്നും അല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം അല്ല എന്നാണെങ്കിൽ എന്ത് പറഞ്ഞാൽ മതി? നോ ഐ ഡോണ്ട്, എനിക്ക് വേണ്ട, എനിക്കിഷ്ടമല്ല. ഡു യു ലൈക്ക് കോഫി? നോ ഐ ഡോണ്ട്. ഡു യു ലൈക്ക് ബർഗർ? നോ ഐ ഡോണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഹിന്ദിയിൽ നഹീം, ഹാം എന്ന് പറഞ്ഞുകൊടുത്ത് നഹീം എന്ന് പറഞ്ഞാൽ മതി. മുझे പസന്ത് നഹീം. മുझे പസന്ത് ഹേ എന്ന് പറഞ്ഞത് അതേ എനിക്കിഷ്ടമാണ്, അല്ല എന്നുള്ളതിന് നഹീം, മുझे പസന്ത് നഹീം എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ. ആർ യു കമ്മിങ് വിത്ത് മീ? നീ എന്നോട് കൂടെ വരുന്നോ, നീ എൻ്റെ ഒപ്പം വരുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് കൂട്ടുകാരോട് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോടൊക്കെ. ആർ യു കമ്മിങ് വിത്ത് മീ എന്ന് ചോദിക്കുന്നതിന് ക്യാ തും മേരെ സാത്ത് ആ രഹേ ഹോ? ക്യാ തും മേരെ സാത്ത് ആ രഹേ ഹോ? നീ എൻ്റെ കൂടെ വരുന്നോ? തും മേരെ സാത്ത് ആ രഹേ ഹോ? ക്യാ തും മേരെ സാത്ത് ആ രഹേ ഹോ? ക്യാ എന്നുള്ളത് ചോദ്യമായതുകൊണ്ട് നമ്മൾ ക്യാ ആദ്യം ചേർക്കുന്നതാണ്. ക്യാ തും മേരെ സാത്ത് ആ രഹേ ഹോ? നീ എൻ്റെ കൂടെ വരുന്നോ?
നീ എൻ്റെ കൂടെ വരുന്നു. ക്യാ തും നീ മേരെ സാത്ത് എൻ്റെ കൂടെ. ആ രഹേ ഹോ വരുന്നോ. ആർ യു കമ്മിങ് വിത്ത് മീ. ക്യാ തും മേരെ സാത്ത് ആ രഹേ ഹോ നീ എൻ്റെ കൂടെ വരുന്നോ. ആർ യു കമ്മിങ് വിത്ത് മീ എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം? ആൻസർ യെസ് ഐ ആം. യെസ് ഐ ആം എന്ന് പറഞ്ഞാൽ ഞാൻ വരുന്നു, ഞാൻ എൻ്റെ കൂടെ വരുന്നുണ്ട് എന്നാണ്. യെസ് ഐ ആം. അപ്പം അത് ഹിന്ദിയിൽ ഹാം. യെസ് എന്നുള്ളതിനാണ് നമ്മൾ ഹാം, അതെ, എന്നൊക്കെ പറയുന്നതാണ് ഹാം. മേം ആരഹാഹും, ദേ ഞാനും വരുന്നു. മേം ആരഹാഹും. യെസ് ഐ ആം. അപ്പോൾ ആർ യു കമ്മിങ് വിത്ത് മീ എന്ന് ചോദിച്ചാൽ നമുക്ക് ചോദ്യം അങ്ങോട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്കതിൻ്റെ ആൻസറായിരിക്കും പറയേണ്ടി വരുന്നത്. അപ്പോൾ രണ്ടും ആർ യു കമ്മിങ് വിത്ത് മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഐ ആം, ഞാൻ വരുന്നു. ഹാം മേം ആരഹാഹും, ഞാനും വരുന്നു. മേം ആരഹാഹും, ഹാം മേം ആരഹാഹും, ഞാനും എൻ്റെ കൂടെ വരുന്നുണ്ട് എന്നാണ് അർത്ഥം. അതെ, ഞാൻ വരുന്നു. ഡു യു എക്സർസൈസ് ഡെയിലി. ഡു യു എക്സർസൈസ് ഡെയിലി എന്ന് ചോദിക്കുന്നത് നിങ്ങൾ ദിവസവും വ്യായാമം ചെയ്യാറുണ്ടോ. ഡു യു എക്സർസൈസ് ഡെയിലി, നിങ്ങൾ എന്നും വ്യായാമം ചെയ്യാറുണ്ടോ. ക്യാ ആപ്പ് പ്രതിദിൻ വ്യായാം കർത്തേ ഹേ. ക്യാ ആപ്പ് താങ്കൾ പ്രതിദിൻ ഓരോ ദിവസവും, ദിവസം തോറും എന്നുള്ളതാണ് പ്രതിദിൻ. വ്യായാം കർത്തേ ഹേ വ്യായാമം ചെയ്യാറുണ്ടോ. ക്യാ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ക്യാ എന്ന് ആദ്യം ചോദിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ചോദിക്കേണ്ട ആവശ്യമില്ല. ക്യാ ആപ്പ് പ്രതിദിൻ വ്യായാം കർത്തേ ഹോ, അല്ലെങ്കിൽ ക്യാ ആപ്പ് പ്രതിദിൻ വ്യായാം കർത്തേ ഹേ. തുമ്മാണെങ്കിലാ ക്യാ തും പ്രതിദിൻ വ്യായാം കർത്തേ ഹോ. അപ്പോൾ നിങ്ങൾ ദിവസവും വ്യായാമം ചെയ്യാറുണ്ടോ. ഡു യു എക്സർസൈസ് ഡെയിലി. ക്യാ ആപ്പ് പ്രതിദിൻ വ്യായാം കർത്തേ ഹേ, എല്ലാ ദിവസവും നിങ്ങൾ വ്യായാമം ചെയ്യാറുണ്ടോ. അതിന് ആൻസർ നമുക്ക് യെസ് പറയാം, അല്ലെങ്കിൽ നോ പറയാം അല്ലേ. അപ്പോൾ നോയാണെങ്കിൽ നോ ഐ ഡോണ്ട്. യെസ് ആണെങ്കിൽ യെസ് ഐ ഡു. ഇത്രയേ ഉള്ളൂ. നോയാണെങ്കിൽ നോ ഐ ഡോണ്ട്, ഞാൻ ചെയ്യാറില്ല, ഞാൻ ചെയ്യാറില്ല. ഡു യു എക്സർസൈസ് ഡെയിലി എന്ന് ചോദിച്ചാൽ നോ ഐ ഡോണ്ട്, ഞാൻ ചെയ്യാറില്ല. ഇനി യെസ് ആണെങ്കിൽ യെസ് ഐ ഡു, ഞാൻ ചെയ്യാറുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ നോ ഐ ഡോണ്ട് ആണെങ്കിൽ നഹീം, മേ നഹീം കർത്ത. മേം നഹീം കർത്ത, ഞാൻ ചെയ്യാറില്ല. യെസ് ഐ ഡു ആണെങ്കിൽ ഹാം മേം കർത്താഹും, ഞാൻ ചെയ്യാറുണ്ട്. മേം കർത്താഹും. യെസ് ഐ ഡു എന്നുള്ളിടത്ത് മേം കർത്താഹും. അല്ലെങ്കിൽ നോ ഐ ഡോണ്ട് നഹീം മേം നഹീം കർത്ത. വ്യായാമം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്യുന്ന കാര്യം കർത്ത എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മേം നഹീം കർത്ത, ഞാൻ ചെയ്യാറില്ല. നോ ഐ ഡോണ്ട് നഹീം മേം നഹീം കർത്ത, ഇല്ല ഞാൻ ചെയ്യാറില്ല. ക്യാൻ യു ഹെൽപ്പ് മീ, നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ സഹായം ചോദിക്കാം. ക്യാൻ യു ഹെൽപ്പ് മീ. ക്യാൻ യു ഹെൽപ്പ് മീ, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ക്യാ ആപ്പ് മേരി മദത് കർ സക്തേ ഹേ. ക്യാ ആപ്പ് മേരി മദത് കർ സക്തേ ഹേ. ക്യാ ആപ്പ് താങ്കൾ, മേരി എൻ്റെ അല്ലെങ്കിൽ എനിക്ക്, മദത്ത് സഹായം, മദത്ത്, കർ സക്തേ ഹേ ചെയ്യാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ. ക്യാ എന്നോട് ചോദിച്ചില്ല നമ്മൾ, അതാണ് സക്തേ ഹേ. അപ്പം ക്യാ ആപ്പ് മേരി മദത് കർ സക്തേ ഹേ. ക്യാ ആപ്പ് മേരി മദത് കർ സക്തേ ഹേ, എന്നെ ഒന്ന് സഹായിക്കാമോ. ക്യാൻ യു ഹെൽപ്പ് മീ. ക്യാ ആപ്പ് മേരി മദത് കർ സക്തേ ഹേ. അതിന് ആൻസർ പറ്റൂല്ലെങ്കിൽ നോ ഐ ഡോണ്ട്, അല്ലെങ്കിൽ ഐ കനോട്ട്. നോ ഐ കനോട്ട്
എനിക്ക് പറ്റില്ല. ക്യാൻ ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ കാണ്ട് കനോട്ട് എന്ന് പറയുന്നത്. ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിച്ചത് കൊണ്ടാണ് നോ ഐ കാൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി പറ്റുമെങ്കിൽ എന്ത് പറയും? യെസ് ഐ ക്യാൻ. ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിച്ചതുകൊണ്ട് യെസ് ഐ ക്യാൻ. യെസ് ഐ ക്യാൻ, എനിക്ക് പറ്റും. ഹാ മേം കർ സക്താ ഹും. മേം കർ സക്താ ഹും. ഹാ യെസ് എന്നായതുകൊണ്ട് ഹാ. മേം കർ സക്താ ഹും, എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്യാം. മേം കർ സക്താ ഹും. അപ്പോൾ യെസ് ഐ ക്യാൻ. ക്യാൻ യു ഹെൽപ്പ് മീ? യെസ് ഐ ക്യാൻ. ഹാ മേം കർ സക്താ ഹും. മേം ആയതുകൊണ്ട് സക്താ ഹും ആയി. മേം കർ സക്താ ഹും, അതെ എനിക്ക് കഴിയും, ഞാൻ ചെയ്യാം. ഇതൊക്കെ അതിനർത്ഥമുണ്ട്. ഹൗ ഡു യു ഗോ ടു ദ വർക്ക്? നിങ്ങൾ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത്? ഹൗ ഡു യു ഗോ ടു ദ വർക്ക്? ആപ്പ് കാം പർ കൈസെ ജാത്തെ ഹെ? ആപ്പ് കാം പർ കൈസെ ജാത്തെ ഹെ? കാം ജോലി, കാം പർ ജോലിക്ക്, കൈസെ ജാത്തെ ഹെ എങ്ങനെയാണ് പോകുന്നത്. ആപ്പ് കാം പർ കൈസെ ജാത്തെ ഹെ? ആപ്പ് കാം പർ കൈസെ ജാത്തെ ഹെ? താങ്കൾ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത്? അതിന് ആൻസർ നമുക്ക് എന്ത് പറയാം? ഐ ഗോ ബൈ ബസ്. ഞാൻ ബസ്സിലാണ് പോകുന്നത്. ഐ ഗോ ബൈ ബസ്. അല്ലെങ്കിൽ ഐ ഗോ ബൈ ടാക്സി. ഐ ഗോ ബൈ സ്കൂട്ടി. എങ്ങനെയാണോ അത് നമുക്ക് പറയാം. അപ്പം മേം ബസ് മേം ജാവൂങ്ക, ഞാൻ ബസ്സിലാണ് പോകുന്നത്. മേം ബസ് മേം ജാവൂങ്ക. മേം സ്കൂട്ടി മേം ജാവൂങ്ക. മേം ടാക്സി മേം ജാവൂങ്ക. ഞാൻ എന്തിലാണോ പോകുന്നത് അത് പറഞ്ഞിട്ട് ജാവൂങ്ക പറയാം. മേം ബസ് മേം ജാവൂങ്ക. മേം സ്കൂട്ടി മേം ജാവൂങ്ക. മേം ടാക്സി മേം ജാവൂങ്ക. അപ്പം ഹൗ ഡു യു ഗോ ടു ദ വർക്ക് എന്ന് ചോദിച്ചാൽ ഐ ഗോ ബൈ ബസ്. ഐ ഗോ ബൈ സ്കൂട്ടി. ഓക്കെ, ഞാൻ ബസ്സിൽ പോകും. അല്ലെങ്കിൽ ഞാൻ ഗോ ബൈ ട്രെയിൻ. ഐ ഗോ ബൈ ട്രെയിൻ. മേം ട്രെയിൻ മേം ജാവൂങ്ക. ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും യെസ്സും നോയും പറയാം. ഓരോ ചോദ്യങ്ങൾക്കും നമുക്ക് യെസ് ഓർ നോ പറയാം. രണ്ടിനും യെസ്സും ഉണ്ടാവും നോവും ഉണ്ടാവും. അപ്പം എങ്ങനെയാണെന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ എല്ലാം നമുക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും അതിന് ആൻസർ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ബൈ. കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ക്ലാസ്. അപ്പം ഇനി തുടർച്ചയായിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.